السلام عليكم ورحمة الله بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم ومما رزقناهم ينفقون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം 1447 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ് ഒരു ഇസ്ലാമിക കലണ്ടർ വർഷങ്ങൾ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ 12 മാസങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ 12 മാസങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വർഷങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ക്രിസ്താബ്ദം അത് കണക്കിലാക്കി ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ശേഷം എന്ന രൂപത്തിലുള്ള കണക്കുകളിലൂടെ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ആരാധനകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് ഉണ്ടാകുന്നത്. ആ ചർച്ചകൾ നടക്കുമ്പോൾ ഏത് സമയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വർഷത്തെ എണ്ണി തുടങ്ങണമെന്ന് ചർച്ചകൾ നടക്കുമ്പോഴാണ് പല അഭിപ്രായങ്ങളും ഉണ്ടായെങ്കിലും അവസാനം ഉരുത്തിരിഞ്ഞു വന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തോട് ചേർന്നുകൊണ്ടാണ്. മദീനയിലേക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വർഷത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നതുപോലെ വർഷത്തിന്റെ അവസാനം ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് എങ്കിൽ അതിന്റെ ആരംഭവും ഏറ്റവും പവിത്രതയുള്ള മാസമാണ് മുഹറം.
ഈ ഒരു വർഷത്തിലേക്ക് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകന്റെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ. അതിനു മുമ്പ് ചെറിയ തരത്തിലുള്ള ഹിജ്റകളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഏറ്റവും സുപ്രധാനമായുള്ള ഒരു ഹിജ്റയാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു യാത്ര പോവുക എന്നുള്ളതല്ല. മറ്റൊരു പ്രദേശത്തേക്ക് നടന്നു പോകുന്നതിനല്ല ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നുള്ളതാണ്. പൂർണ്ണമായും തങ്ങൾ ജനിച്ച നാടിനെ ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി നടന്നു പോകുന്ന രംഗമാണ് ഈ ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ആമുഖത്തിൽ. പ്രിയമുള്ളവരെ, ഈ ഹിജ്റയുടെ ഓരോ ഘട്ടത്തെക്കുറിച്ചും പറയാന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സമയം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില സുപ്രധാനമായ പാഠങ്ങളുണ്ട്. അതൊന്ന് വേഗത്തിൽ വായിച്ചു പോകുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, എല്ലാം വെടിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. പൂർണ്ണമായി ത്യാഗസന്നദ്ധതയുള്ള ഒരു മനുഷ്യന് മാത്രം സാധ്യമാകുന്ന, അങ്ങേയറ്റത്തെ വിശ്വാസമുള്ള ഒരു മനുഷ്യന് മാത്രമേ തന്റെ സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് വേറൊരു നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. തന്റെ കുടുംബത്തിനെയും പ്രിയപ്പെട്ടവരെയും പൂർണ്ണമായും ഉപേക്ഷിച്ചൊരു യാത്ര പോകുവാൻ അങ്ങേയറ്റത്തെ ഈമാൻ ഉള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിശ്ചയമായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് നിയ്യത്തനുസരിച്ചു കൊണ്ടാണ്. അത് നിയ്യത്തനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മോട് പറയാൻ, നമ്മൾ എന്താണോ ആ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമുക്ക് ലഭ്യമാകുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഇവിടെ നിന്നും ഹിജ്റ പോകുന്നത് എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ആരെങ്കിലും അവിടെ പോയിട്ട് എനിക്കൊരു വിവാഹം കഴിക്കണം എന്നതാണ് വിചാരിക്കുന്നത് എങ്കിൽ അവൻ ഉദ്ദേശിച്ചത് അവന് ലഭ്യമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഒരു വാചകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പ്രവർത്തനത്തിന് പോലും നമ്മുടെ ഉദ്ദേശം, നമ്മുടെ മനസ്സിലുള്ള നെയ്യത്ത് പ്രധാനമാണ്. നമ്മൾ ചേർത്ത് വായിക്കണം, നമ്മുടെ ഓരോ ഇബാദത്തുകളും, നമ്മുടെ ഓരോ ആരാധനകളും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നിർവഹിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആളുകളെ കാണിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ ഭൗതികമായ ലക്ഷ്യങ്ങൾ മാത്രമാണ് എങ്കിൽ, ആരെയെങ്കിലും പരാജയപ്പെടുത്തണം, എനിക്ക് ആളാവണം, ഞാൻ മുമ്പിലെത്തണം എന്നുള്ള വെറും ഭൗതികതയിൽ മാത്രമുള്ള ചിന്തയാണ് എങ്കിൽ അറിയുക അത് റിയാ ആണ്. അത് ചെറിയ ശിർക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നതും ഏറ്റവും അപകടകരവുമാണ്. അത് പാടില്ല എന്നൊരു സന്ദേശം ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേത് അള്ളാഹുവിനോടും തൗഹീദിനോടുമുള്ള അവരുടെ സ്നേഹമായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയം പറയ്ക്കുന്നതിന് സമാനമാണ്. അങ്ങേയറ്റത്തെ വേദനയുണ്ടാക്കുന്ന അനുഭവമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഉറക്കെ പറയാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് അത് നിർഭയത്വത്തോടുകൂടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അത് എനിക്ക് സാധ്യമാകണം. അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാചകം ഉച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റണം. അതുകൊണ്ട് അത് പറയലാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ളത്, ഏറ്റവും ഒന്നാമതായിട്ടുള്ളത്. എന്റെ നാടിനേക്കാളും, ഞാൻ ജനിച്ച നാടിനേക്കാളും, എന്റെ കുടുംബത്തിനേക്കാളും, എനിക്ക് പ്രിയപ്പെട്ടതിനേക്കാളും അള്ളാഹുവിനോടാണ് എനിക്കിഷ്ടം എന്ന പ്രഖ്യാപനമാണ് ഹിജ്റയിലൂടെ കാണിച്ചു തന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്, അലിംതു അന്നക്കി ഖൈറ അർളില്ലാം.
അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ലതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും പ്രിയപ്പെട്ട മക്കേ നീയാണെന്ന് എനിക്കറിയാം. ഞാൻ ജനിച്ച ഈ മണ്ണാണ് ദുനിയാവിലെ ഏറ്റവും ഉത്തമമായതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എന്റെ ജനങ്ങൾ എന്തു ചെയ്യുന്നില്ല? എന്റെ നാട്ടിലുള്ളവർ നിന്നെ ആരാധിച്ചുകൊണ്ട്, നിന്നോട് മാത്രം പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കുവാൻ സാഹചര്യം ഒരുക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. അത്രയേറെ മഹത്വമുണ്ട് നിനക്ക്. അത്രയേറെ മഹത്വം ഉണ്ടായിട്ടും തന്റെ വിശ്വാസത്തിനെ മുറുകെ പിടിക്കുവാൻ പറ്റാത്തൊരു നാടാണ് എന്നുള്ളത് കൊണ്ട്, അതിനെനിക്ക് സാധ്യമാകണം എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകനും സ്വഹാബത്തും അവിടെ നിന്ന് വിട്ടുപോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അത് കുടുംബത്തിനെയും നാടിനെയും എല്ലാം അവർ ഉപേക്ഷിക്കുകയാണ്. ഒരുപാട് ചരിത്രമുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വേറൊരു നാട്ടുകാരനാണ്. ആ മക്കയിൽ വന്ന് വലിയ കച്ചവടം നടത്തി വലിയൊരു വ്യാപാരിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. ആ മനുഷ്യൻ തന്റെ സമ്പത്തുകളുമായി മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നപ്പോ മക്കയിലെ മുശ്രിക്കുകൾ പിടിച്ചു വച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഇവിടേക്ക് വരുമ്പോൾ, മക്കയിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുവാൻ പാടില്ലെന്ന് പറഞ്ഞു. സന്തോഷത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്നും പ്രഖ്യാപിക്കുന്നത്, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കാവശ്യമുള്ളത് അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ആവശ്യമുള്ളത്, ദുനിയാവിലെ സമ്പത്തല്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി സുഹൈബ് റൂമി തന്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തിന്റെ ചരിത്രം അറിയാത്തവർ ആരും ഉണ്ടാവുകയില്ല. നമുക്കറിയാം, അബൂ സലമയും അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും മദീനയിലേക്ക് ഹിജ്റക്ക് വേണ്ടി പുറപ്പെടാൻ നിൽക്കുകയാണ്. മദീനയിലേക്കുള്ള യാത്ര അവർ 3 പേരും കൂടി ഒരുമിച്ച് തുടങ്ങി. ആ സന്ദർഭത്തിൽ ഉമ്മു സലമയുടെ കുടുംബക്കാർ വന്നുകൊണ്ട് പറഞ്ഞു, അബൂ സലമ, നിനക്ക് വേണമെങ്കിൽ പോകാം, നിനക്ക് പ്രവാചകന്റെ കൂടെ നിനക്ക് വേണമെങ്കിൽ മദീനയിലേക്ക് പോകാം, പക്ഷേ ഉമ്മു സലമയെ കൊണ്ടുപോകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഉമ്മു സലമയെ അവർ തടഞ്ഞു വെച്ചു. അദ്ദേഹത്തിന്റെ മകനെയും തടഞ്ഞു വെച്ചു. അവർ രണ്ടുപേരെയും തടഞ്ഞു വെച്ചു. സങ്കടത്തോടുകൂടി ഹൃദയത്തിൽ വലിയൊരു ഭാരവുമായി കൊണ്ട് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രിയതമയെയും സ്വന്തം ചോരയിൽ ജനിച്ച മകനെയും അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. സങ്കടം അവിടെയും അവസാനിക്കുന്നില്ല. അബൂ സലമ മദീനയിലേക്ക് പോയി. ഉമ്മു സലമ തന്റെ കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് തിരിക്കുമ്പോ അബൂ സലമയുടെ കുടുംബക്കാർ ഉമ്മു സലമയുടെ കുട്ടിയെ പിടിച്ചു വാങ്ങി. ഇത് അബൂ സലമയുടെ കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾ വാപ്പയും ഉമ്മയും മകനും 3 പേരും 3 ഭാഗത്തായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വർഷങ്ങൾക്കു ശേഷമാണ്, ഒരു വർഷത്തിനു ശേഷമാണ് ഉമ്മു സലമയുടെ കണ്ണീര് പറ്റാതിരുന്നത് കൊണ്ടും ഉമ്മു സലമയുടെ തീരുമാനത്തിൽ ഒരു ഇഞ്ച് പോലും മാറ്റം വരാത്തത് കൊണ്ടും ഉമ്മു സലമയുടെ കുടുംബക്കാർക്ക് ഒരു അലിവ് തോന്നിയിട്ടാണ് അവസാനം ഒരു വർഷത്തിന് ശേഷം ഇവർ 3 പേരും ഒരുമിക്കുന്നത് എന്നുള്ളത് ഹിജ്റയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കണ്ണീരോടുകൂടി മാത്രം, കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ ഈ അബൂ സലമയുടെ കുടുംബത്തിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റില്ല. അത്രയേറെ ത്യാഗസന്നദ്ധതയുള്ളവരായിരുന്നു അവരെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതേപോലെ തന്നെ ഹിജ്റയെ നൽകുന്ന മറ്റൊരു പാഠമാണ് പ്രവാചകനോടുള്ള അവരുടെ സ്നേഹം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇസ്ലാമിന്റെ നടുക്കഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഞാനൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ളവരൊക്കെ കടക്കൂ എന്ന വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അതുപോലെ നമ്മൾ പലരും ഉള്ളത്. എന്നാൽ നമ്മൾ അറിയേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ പിതാവിനേക്കാളും നിങ്ങളുടെ മാതാവിനേക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ഈ നിങ്ങളുടെ ദുനിയാവിലുള്ള എല്ലാത്തിനേക്കാളും ഏറെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം. അപ്പോഴേ നമ്മൾ മുസ്ലിം ആവാം.
അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചു എന്നുള്ളത് കൊണ്ടോ കുറച്ചാളുകൾ ഒരുമിച്ചിരുന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് പ്രവാചക സ്നേഹമാവുകയില്ല. അതിനെ എതിർത്തുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ പ്രവാചകന്റെ മാതൃക സ്വീകരിക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മുടെ മക്കളെ ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം. ആ പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിന്റെയും മാർഗത്തിനെ മുറുകെ പിടിക്കുവാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു ക്യാമ്പസിലേക്കാണോ എന്റെ മകളെ പറഞ്ഞേക്കുന്നത് എന്ന് ഉറപ്പുവരുത്തി പറഞ്ഞയച്ച എത്ര രക്ഷിതാക്കൾ നമുക്ക് കാണാൻ പറ്റും? ദുനിയാവല്ലാതെ, ദുനിയാവിൽ എന്റെ മകൻ വലിയ സ്ഥാനത്തെത്തണമെന്ന ചിന്തക്കപ്പുറത്തേക്ക് 5 നേരം നിർവഹിക്കേണ്ട നിസ്കാരം പോലും നിർവഹിക്കുവാൻ പെർമിഷൻ ഇല്ലാത്തടത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അവനും പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കണം, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാതെ, അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടാതെ ഈ ഉമ്മത്തിൽ ഒരു മുസ്ലിമും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാത്തിനേക്കാളും വേറെ മിമ്മാലിഹി വഅഹ്ലിഹി വന്നാസി അജ്മഈൻ, നമ്മുടെ ജീവിതം കുടുംബക്കാരാണ് തീരുമാനിക്കുന്നത്. എന്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ നടക്കേണ്ടുന്ന പ്രവർത്തനങ്ങളെ, തോന്നിവാസങ്ങളെ എല്ലാം തീരുമാനിക്കുന്നത് ഭാര്യയുടെ കുടുംബമോ അളിയന്മാരോ തന്നെ കുടുംബത്തിലുള്ളവരൊക്കെയാണ്. അവിടെ ഒന്നും അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ തീരുമാനത്തിനും ഒരു സ്ഥാനവും ഇല്ലാത്ത അവസ്ഥ വരുന്നു. ഏതെങ്കിലും കുടുംബത്തിലുള്ള ഒരാൾ വന്നിട്ട് പറയാണ്, കാക്ക നമ്മുടെ വീട്ടിൽ അത് പറ്റൂലട്ടോ, അത് അള്ളാഹുവിന്റെ പ്രവാചകന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ, പൊന്നാരെ മോനെ, എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റൂല, അത് ഭാര്യ അവര് തീരുമാനിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാന്ന് പറയുന്നു. നഷ്ടമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഞാനടക്കം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം. ഹിജ്റയിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയുടെ യാത്രയിൽ പ്രവാചകൻ കിടന്ന വിരിപ്പിൽ കിടന്നുറങ്ങാൻ ധൈര്യം കാണിച്ച അലി റളിയല്ലാഹു തആല അൻഹു നമുക്കറിയാൻ സാധിക്കും. ശത്രുക്കൾ സ്വാഭാവികമായും പ്രവാചകൻ ഒളിച്ചുപോയി എന്നറിഞ്ഞാൽ, പ്രവാചകൻ അവരെ മറികടന്നു പോയി എന്നറിഞ്ഞാൽ ആ കിടക്കയിൽ കിടക്കുന്നവനെ അവർ വെട്ടിനുറുക്കും. ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ആ സ്ഥാനത്ത് കിടക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ധൈര്യം കാണിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരോട് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. ഹിജ്റയുടെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹൗറിന്റെ ഗുഹയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി. അവിടെ പല മാളങ്ങളും ഉണ്ടായിരുന്നു. ആ മാളങ്ങളിൽ വിഷസർപ്പങ്ങളുണ്ട്, അതിനൊക്കെ സാധ്യതകളുണ്ട്. പ്രവാചകൻ അവിടെ നിർത്തിയിട്ട് എല്ലാം വൃത്തിയാക്കി എല്ലാ മാളങ്ങളും അടച്ചു വയ്ക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്റെ കൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ മാറി നടന്ന് പ്രവാചകന് നേരെ ഒന്നും വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇത് പഠിപ്പിക്കുന്ന പ്രവാചകനോടുള്ള അവരുടെ സ്നേഹമാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൽ വരമേൽപ്പിക്കുക എന്നുള്ളത്. ഏതു കാര്യത്തിലും എന്നുള്ളത് പോലെ തന്നെ നമ്മൾ ഭൗതികമായ കാരണങ്ങളെ മാത്രമായിരിക്കും സ്വീകരിക്കേണ്ടത്. ഒരു രോഗം വന്നു, വേറെ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നു, ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഭൗതികമായി നമ്മൾ നിർവഹിക്കണം, സംശയമൊന്നുമില്ല. രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കണം, അതേപോലെ ദുനിയാവിൽ നല്ല ജോലികൾ കിട്ടുവാൻ വേണ്ടി പഠിക്കണം, ഒക്കെ വേണം. എല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിൽ വരമേൽപ്പിക്കുവാൻ. അള്ളാഹുവാണ് വിജയം തരുന്നവൻ, അള്ളാഹുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ. പരിശുദ്ധ ഖുർആന്റെ സൂറത്ത് ആൽ ഇംറാനിന്റെ 159-ാമത്തെ വാചകത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഒരു വചനമാണ്. അള്ളാഹു പറയുന്ന ഒരു വാചകമാണിത്. എന്തു സംഭവിച്ചാലും കൃത്യമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഒരു യാത്ര. അതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനയിലേക്കുള്ള ഹിജ്റ എന്ന് പറയുന്നത്.
പൂർണ്ണമായും ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കേണ്ട പ്രവാചകൻ അള്ളാഹു പറഞ്ഞ കൽപ്പന പ്രകാരമുള്ള യാത്രയാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി പുറപ്പെട്ടാൽ മതി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എവിടെയാണ് രാത്രി താമസിക്കേണ്ടതെന്നും ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടതെന്നും ആരാണ് കൂടെ വരേണ്ടതെന്നും ആരാണ് സഹായിക്കേണ്ടതെന്നും എന്ന് മദീനയിലേക്ക് എത്തണമെന്നും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കൊണ്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ആ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും അവനിൽ തവക്കുലാക്കിക്കൊണ്ട് പോകുന്ന ഒരു രംഗമാണ് നമുക്കവിടെ കാണാൻ സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, പൂർണ്ണമായും അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. ഒക്കെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സൈന്യം ആ ഗുഹാമുഖത്തുകൂടെ ഇങ്ങനെ, സൗറിന്റെ ഗുഹാമുഖത്തൂടെ ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുകയാണ്. അവരൊന്ന് കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. ആ സന്ദർഭത്തിൽ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്, മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. രണ്ടാളുടെ വിഷയത്തിൽ നിന്റെ തോന്നൽ എന്താ? നിനക്ക് വേയാറുണ്ടോ അബൂബക്കറെ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സാലിസുഹുമാ, മൂന്നാമതായി ഒരാൾ കൂടിയുണ്ട്, അള്ളാഹു കൂടിയുണ്ട്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്ത് ഇറങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നെല്ലാം പൂർണ്ണമായ ഒരു വിശ്വാസം ആണ് ഉണ്ടാവേണ്ടത്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നുമുള്ള ഒരു വിജയ പ്രതീക്ഷ ഒരിക്കലും ഒരു മുസ്ലിം നഷ്ടപ്പെട്ടുകൂടാ. ഒരുപാട് പ്രതിസന്ധികളുണ്ട് മുസ്ലിം ഉമ്മത്തിന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സഹോദരങ്ങൾ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒരിക്കൽ വിജയം സുരക്ഷിതമായും വന്നു ചേരുക തന്നെ ചെയ്യും. പ്രവാചകനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച സുറാക്കയോട് പ്രവാചകനെ പിടിക്കുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ സുറാക്കയുടെ വാഹനത്തിൽ കുഴിയിൽ താഴ്ന്നു പോകുന്നു. അതാണ് പ്രവാചകന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്നത്. പിന്നീട് സംഭവിക്കുന്നത് സുറാക്ക പ്രവാചകന്റെ സഹായിയായി മാറുന്നു. പ്രവാചകനെ തേടി വരുന്ന ആളുകളെ ഇവിടെ ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തിരിച്ചുവിട്ട് സുറാക്കയെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സഹായിയായി മാറുന്ന രംഗം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതിന് കാരണം അള്ളാഹുവിൽ പൂർണ്ണമായും വരവേൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അന്ന് സുറാക്കയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സുറാക്ക നിനക്ക് കിസ്റ ചക്രവർത്തിയുടെ 2 വളകൾ നിന്നെ ധരിപ്പിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ എപ്പോഴേ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു. ഈ ഒരു വാക്ക്, കിസ്റ ചക്രവർത്തിയുടെ 2 വളകൾ സുറാക്ക നിന്റെ കൈകളിൽ അണിയിക്കും, എപ്പോഴാ പറയുന്നറിയോ? ഒന്നുമില്ലാതെ, ഒരു സമ്പത്തുമില്ലാതെ നാട് വിട്ടു പോവാണ് മറ്റൊരു സ്ഥലത്തേക്ക്. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകന്റെ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വിജയ പ്രതീക്ഷ അള്ളാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് ശക്തമായ വിശ്വാസത്തിന്റെ ഉടമകളായി നമ്മൾ മാറുമ്പോൾ ആ തരത്തിൽ അണിയിക്കപ്പെടുമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കിസ്റ ചക്രവർത്തിയെ പരാജയപ്പെടുത്തി ആ വളകൾ സുറാക്കയുടെ കൈകളിൽ അണയിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നുള്ളത് കൂടി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ വായിച്ചു വെക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കും മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരാം. നമ്മൾ കൃത്യമായി ഗൗരവമായി തന്നെ ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായ ശൂറയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും കൂടിയാലോചനകളില്ലാതെ പ്രവാചകൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകൻ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. പല യാത്രകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ട്. പല തീരുമാനങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഒരു ശൂറ കൂടാതെ, ഒരു സംഘം ഒരുമിച്ചിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാതെ, ഞാൻ പ്രവാചകനാണല്ലോ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു അടിച്ചേൽപ്പിക്കലിന്റെ രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മറ്റുള്ള ഏത് മേഖലകളിലാണെങ്കിലും ശരി, അവിടെയെല്ലാം ശൂറക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിന്റെ ഉടമകളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം വഅഖാമുസ്സലാം. അവർ അള്ളാഹുവിന് ഉത്തരം നൽകുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. അതിന്റെ കൂടെ പറഞ്ഞിരിക്കുന്നു, വഅംറുഹും ശൂറാ ബൈനഹും. അവർക്കിടയിൽ കൂടിയാലോചനകൾ ഉണ്ടാകും.
അവർക്കിടയിൽ കൂടിയാലോചനകൾ ഉണ്ടാകും. അതൊരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ലക്ഷണമായി കൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ഹിജ്റയിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാവണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത് ഏറെ പവിത്രതകളുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഖദിമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, അള്ളാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, മുഹറം 10 നിന്ന് അവിടെയുള്ള ആളുകൾ നോമ്പ് നോൽക്കുന്നത്, ജൂതന്മാരായ ആളുകൾ നോമ്പ് നോൽക്കുന്നതായിട്ട് കണ്ടു. അവരോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവിഹിം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സംഘത്തിനെയും അള്ളാഹുവിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിനമാകുന്നു ഇത്. അതുകൊണ്ട് ഈ ദിനം ഏറ്റവും നല്ല ദിനമാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി നിങ്ങളെക്കാൾ ഏറെ ബന്ധമുള്ളത് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും മുഹറം 10 നോമ്പ് നോൽക്കണമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞല്ലോ. പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ കാണാൻ പറ്റും, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പെന്ന് പറയുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറയുന്നത് മുഹറം മാസത്തിലാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നോമ്പിന്റെ പ്രത്യേകത സിയാമു യൗമ ആശൂറ തസ്ബഹു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുവാൻ ഈ നോമ്പ് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റളിയല്ലാഹു തആല അൻഹു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറം 9 ഞാൻ നോമ്പ് നോൽക്കുമായിരുന്നു. ജൂതന്മാരിൽ നിന്നും വ്യത്യസ്തരാകുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ മുഹറമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും, മുഹറം എന്ന് പറയുന്നതിന്റെ അതിന്റെ ആദ്യ ദിനങ്ങൾ നഹ്സിന്റെ ദിനങ്ങളാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഉമ്മത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, ആ ഒരു വിശ്വാസവുമായി നടക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന ഷിയാക്കളാണ്. ആ ഷിയാക്കളുടെ വിശ്വാസമാണ്. അവര് സംബന്ധിച്ചിടത്തോളം ഈ കർബലയിൽ വെച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അദ്ദേഹത്തെ കൊല്ലപ്പെടുന്ന രംഗം ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ആ അദ്ദേഹത്തിന്റെ മരണത്തെ അതിന്റെ കാരണം പിടിച്ചുകൊണ്ടാണ് അവർ അതിന് നഹ്സിന്റെ ദിനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ആരും മുഹറം 1 മുതൽ 10 വരെ നന്മകളൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ന് നിങ്ങൾ ഇവിടെയുള്ള ആരുടെയെങ്കിലും അടുക്കൽ ഒരു വീട് താമസത്തിന് വേണ്ടി, ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം സെലക്ട് ചെയ്യാൻ പോയാൽ ഇതെല്ലാം നഹ്സിന്റെ ദിനങ്ങളായി എണ്ണിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില ഇസ്ലാമിക് കലണ്ടർ, മുസ്ലിം കലണ്ടറുകളിൽ, മുസ്ലിം സംഘടനകൾ നടത്തുന്ന കലണ്ടറുകളിൽ പല ദിവസങ്ങളെയും നഹ്സിന്റെ ദിനങ്ങളെ എണ്ണിയിട്ടുണ്ട്. അതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ കണ്ടത് ഒരു ദുൽഹജ്ജ് 10 നഹ്സിന്റെ ദിനമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നതാണ്. വലിയൊരു കാര്യമാണ്. ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടാന്തമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം പിന്നീട്. നമ്മളെല്ലാവരും മുഹറത്തിന്റെ മാസത്തിന്റെ ഏതെങ്കിലും ദിനങ്ങൾക്ക് പ്രത്യേകമായ നഹ്സുള്ളതായോ മറ്റു ഏതെങ്കിലും ദിനങ്ങൾക്ക് നഹ്സുള്ളതായോ ഒന്നും നമുക്ക് കാണുവാൻ സാധ്യമാവുകയില്ലെന്നുള്ള കാര്യം കൂടി നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ ഉണ്ടാവുക. പ്രിയമുള്ളവരെ, ഹിജ്റ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം വിട്ട് വേറെ ഒരു രാജ്യത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഇപ്പോഴില്ല. പക്ഷേ നമ്മൾ ഹിജ്റ പോകേണ്ടത്, നമ്മൾ വെടിയേണ്ടത് തിന്മകളാണ്. നമ്മൾ വെടിയേണ്ടത് നമ്മൾ പ്രവാചകന്റെ മാതൃകകളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അന്ധവിശ്വാസങ്ങളെയാണ് നമ്മൾ വെടിയേണ്ടത്.
നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ, തിന്മകളിൽ നിന്നും ഹിജ്റ പോകുവാൻ നമുക്ക് സാധ്യമാകണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പള്ളിയിൽ നമ്മോട് ചേർന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, സൗമ്യനായി നമ്മൾക്കിടയിലൂടെ നടന്നിരുന്ന പ്രിയപ്പെട്ട മേത്തൽ ബാപ്പയിൽ അസൈൻ സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകളോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിന് പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകണേ റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹം ചെയ്ത നന്മകളെ, അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഞങ്ങളെയും അദ്ദേഹത്തിന്റെയും എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരെല്ലാവരെയും നിന്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗസയിൽ ഇന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവിടെയുള്ള വിശന്ന് വലഞ്ഞിരിക്കുന്ന കുട്ടികൾ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണത്തളികയുമായി കാത്തിരിക്കുമ്പോൾ പോലും അവരുടെ ജീവൻ എടുക്കുവാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന നരാധന്മാർ അവർ ബോംബുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹുവേ, ആ ശത്രുക്കളുടെ കെടുതിയിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നീ അവർക്ക് നീ നിർഭയത്വം നൽകണമേ റഹ്മാനെ. അവർക്ക് നീ ആശ്വാസം കൊടുക്കണമേ റഹ്മാനെ. അവർക്ക് നീ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة القاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.